സാക്ഷരതയിൽ നാം മുന്നിലാണ്. ആരോഗ്യ ഇൻഡെക്സിലും വളരെ മുന്നിലാണ്. നേരത്തെ ഒരു കാലഘട്ടത്തിൽ 100-120 വയസ്സ് വരെ പ്രാചീന മനുഷ്യരൊക്കെ ജീവിച്ചിരുന്ന കഥ നാം കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും നമ്മുടെ കാലഘട്ടത്തിൽ അതൊന്നും കണ്ടിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ആരോഗ്യത്തിൻ്റെയും ആയുസിൻ്റെയും ഒക്കെ നീട്ടിക്കൊടുക്കലിന് ആയുസ് നീട്ടാൻ കഴിയില്ല, അത് വേറൊരു തിയറിയാണ്. പക്ഷേ ആരോഗ്യം നമുക്ക് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയും, ആരോഗ്യം നന്നായി കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ കൃത്യമായ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യം നിലനിർത്തി നമുക്ക് പോകാൻ കഴിയുന്ന വലിയ ചികിത്സാ സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. വലിയ ഫുഡൊക്കെ കഴിക്കുന്ന ആളുകൾ, ജങ്ക് ഫുഡുകളൊക്കെ ധാരാളം കഴിക്കുന്ന ആളുകൾ. അപ്പോൾ പ്രായപൂർത്തിയായവർ, വീട്ടിലുള്ളവർ, വയസ്സായവരൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ജീവിക്കാൻ നിവൃത്തിയുള്ള വീടുകളിലൊക്കെ നല്ല ഫുഡുമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്ന അപ്പൂപ്പന്മാർക്കും അമ്മമ്മമാർക്കും ഇപ്പോൾ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. 72 വയസ്സുള്ളൊരു അപ്പൂപ്പനാണ് 12 വയസ്സുള്ള പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിരിക്കുന്നത്. ആ മനുഷ്യൻ്റെ ആ ജനനേന്ദ്രിയത്തെ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആ മനുഷ്യനെ എന്ത് ചെയ്യണം? ഇനി നല്ല വക്കീലന്മാർ കയ്യിലുണ്ടെങ്കിൽ പുള്ളി ഇറങ്ങി വരികയും ചെയ്യും. 12 വയസ്സായ കുട്ടി ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് സമ്മതിച്ചെന്ന് പറയും. ഇനിയിപ്പോൾ അയാൾ സ്ഥാപിച്ചുകൊണ്ട് വരും. ഉടനെ കുറേ സദാചാര പോലീസുകാരന്മാരും സദാചാര വിദഗ്ധരും കുറേ മൈത്രേന്മാരും ഒക്കെ വരും. 12 വയസ്സിൽ എന്തേ ബലാത്സംഗം ചെയ്താൽ അല്ലെങ്കിൽ പിന്നെ പ്രസവിച്ചുകൂടെ? പണ്ട് ബാലവിവാഹം ഇല്ലായിരുന്നോ? അമേരിക്കയിലും ഉത്തർപ്രദേശിലും ലോകത്തെവിടെയെങ്കിലും ബാലവിവാഹം ഉണ്ടെങ്കിൽ ബാലവിവാഹമില്ലേ? പണ്ടൊക്കെ 15 വയസ്സിൽ പ്രസവിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ന്യായം എടുത്തുകൊണ്ട് വരും. ഇവിടെ 12 വയസ്സായ പെൺകുട്ടിയെ പ്രസവിക്കാനുള്ള ഗർഭിണിയാക്കിയിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് ഈ നാട്. മറ്റൊരു വർഷത്ത് 8 വയസ്സായ കുട്ടിയെ എന്ന് പറഞ്ഞാൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ, സാധാരണ 5 വയസ്സിലെ 6 വയസ്സാവും, ഇപ്പോൾ ഒരു 3-ാം ക്ലാസ്സിലെത്തുന്ന ശരാശരി 8 വയസ്സുള്ള പെൺകുട്ടിയെ മദ്രസ അധ്യാപകൻ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ മദ്രസ അധ്യാപനമൊക്കെ ശരിക്കും എന്താണ് ഒരു സുന്നത്ത് ചെയ്താൽ പോലെ 10 സുന്നത്ത് ചെയ്യണം, എന്നിട്ട് ട്യൂബ് ഇടണം ആ ഭാഗത്തൊക്കെ. ഒരു ആവശ്യമില്ല ഇതിൻ്റെ ലൈംഗിക ഉപകരണത്തിൻ്റെയൊക്കെ, ലൈംഗിക വസ്തുവിൻ്റെ ഒരു ആവശ്യമില്ല. എന്തൊരു കഷ്ടമാണ് ഇവർ കാണിക്കുന്നത്. ഒരുപാട് കേസുകൾ മദ്രസയിലായതുകൊണ്ടായിരിക്കും അത് വാർത്തയാകാത്തത്, ഏതെങ്കിലും ഒന്നോ ചാനലിൽ വന്ന് പോകുന്നത്. മുസ്ലിം സമുദായം വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്ന മദ്രസകളെ പുനർനിർവചിക്കേണ്ട സമയം കഴിഞ്ഞു. മദ്രസയിൽ വളരെ വ്യാപകമായിട്ടാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നത്. പെൺകുട്ടികളെ, ആൺകുട്ടികളെയും പീഡിപ്പിക്കുന്നുണ്ട്. എത്ര കേസിലാണ് പോക്സോ കേസുകൾ എത്രയാണ് വരുന്നത്? 1000-ഓ 2000-ഓ നടക്കുമ്പോൾ 1-2 ആയിരിക്കും കേസാവുന്നത്. അല്ലെ മാതാപിതാക്കൾക്ക് പേടി. മതത്തിലൊക്കെ ആണെങ്കിൽ അവർക്ക് വലിയ ഭയമായിരിക്കും, ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഒക്കെ. നാട്ടുകാർ അറിഞ്ഞാൽ കുട്ടിയുടെ ഭാവിയല്ലേ ഇല്ലാതാകുന്നത്. ഇപ്പോൾ ഗർഭിണിയൊക്കെ ആകുമ്പോൾ ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല, പ്രസവം നടക്കും, പോലീസിൽ പോകും, അത് ഒരുപാട് വിഷയമാണ്. അല്ലാത്ത 100 കണക്കിന് ലൈംഗിക അതിക്രമമാണ് കുട്ടികളുടെ പുറത്ത് നടക്കുന്നത്. ഈ മുതിർന്നവർ ഈ ജങ്ക് ഫുഡുകളും കഴിച്ച് കുഴിമന്തിയും ഈ പറയുന്ന ചിക്കനും മട്ടനും പന്നി ഇറച്ചി എല്ലാം വാങ്ങിച്ചടിച്ചുകൊണ്ട്, അത്യാവശ്യം മദ്യം അടിച്ചുകൊണ്ട് അവരുടെ ലൈംഗിക ആസക്തി തീർക്കാൻ മുഴുവൻ പോകുന്നത് ഈ കുട്ടികളെയാണ് പിടിക്കുന്നതെന്നേ. നിങ്ങൾ മുതിർന്നവരെ വിളിച്ച് കാശ് കൊടുത്തോ കാശ് കൊടുക്കാതെ സഭ ഉപേക്ഷപ്രകാരമോ കക്ഷി ഇല്ലെങ്കിൽ ബലാത്സംഗം നിങ്ങൾ എന്താ ചെയ്തോളൂ, ഞാൻ ബലാത്സംഗത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയില്ല വാക്കുകൾക്കിടയിൽ. എന്തൊരു കഷ്ടമാണ് ഈ രാജ്യം നടക്കുന്നത്. വളരെ കഷ്ടമാണ്, ഗതികേടാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. മലയാളി ഒരു വശത്ത് സാക്ഷരരാണ്, കേരള വികസന മാതൃകയാണെന്നൊക്കെ നമ്മൾ തള്ളി മറിക്കും. അതേ നമ്മൾ തന്നെയാണ് ഇവിടെ ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ പേരിൽ വലിയ ബഹളം ഉണ്ടാക്കുന്ന, സ്ത്രീകളെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കുട്ടികളാണ് എന്നുള്ളതാണ് വളരെ പരിതാപകരമായ കഷ്ടം. ഒരു 12 വയസ്സായ കുട്ടിക്ക് സെക്സ് എന്താണെന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നത്? ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവൻ വീഡിയോ കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവനിലോ അവളിലോ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വരും. ഇത് 12 വയസ്സായ ഒരു കുഞ്ഞിന്, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന്, 8 വയസ്സായ കുട്ടിക്ക്, ഹൈസ്കൂളിന് താഴോട്ട് പഠിക്കുന്ന കുട്ടികൾക്ക്, ആണായാലും പെണ്ണായാലും ഇതെന്താണെന്നാണ് മനസ്സിലാവുന്നത്. അവരെ ശരീരത്തെ വേദനിപ്പിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ 72കാരനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല സന്തോഷമില്ലേ? അദ്ദേഹം സെലിബ്രിറ്റി ആയില്ലേ? എല്ലാ ചാനലുകളിലും ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരുന്നു, അദ്ദേഹം നല്ല ഗമയോടുകൂടെ നിൽക്കുന്നു. ഇത് വാർത്തയല്ലാതെ ഒരാളിൻ്റെ ഫോട്ടോയും കൊടുക്കാൻ പാടില്ല. വാർത്ത കൊടുക്കുകയും ആളിനെ ഇപ്പോൾ UAE-യിലൊക്കെ ചെയ്യുന്നത് പോലെ പരസ്യമായി തൂക്കിക്കൊല്ലുക, അംഗവിച്ഛേദനം നടത്തുക, കർശനമായ നിയമങ്ങളാണുള്ളത്. അതികർശനമായ കഠിനമായ നിയമങ്ങളാണ് വേണ്ടത്. അതിന് എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ജയിലിലോട്ട് വിട്ട് ജയിലിൽ വിടൂല, ജാമ്യത്തിൽ ഇറങ്ങും. പിന്നെ അഥവാ ജയിലിൽ പോയാൽ തന്നെ എന്നാ പൊളി മെനുവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ അതും കൂടി കാണണം. എന്തൊരു മെനുവാണ്. 72കാരൻ 92 വയസ്സോടെ ജീവിച്ചിരിക്കും. നല്ല വീണ്ടും വേണമെങ്കിൽ 10 ബലാത്സംഗം ചെയ്യാനുള്ള, 10 കുട്ടികളെയും കൂടി ഗർഭിണിയാക്കാനുള്ള ആരോഗ്യം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറ്റും, ഊർജ്ജം. അത്രമാത്രം ഫുഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എന്തൊരു നാടാണിത്, എന്തൊരു രാജ്യമാണ്. ഇവിടെ കുട്ടികൾക്ക് ജീവിക്കണ്ടേ, സ്ത്രീകൾക്ക് ജീവിക്കണ്ടേ, പിന്നെ നിരാലംബരും നിരാശരായവർക്ക് ജീവിക്കണ്ടേ?
പട്ടികജാതി പട്ടികവർഗർ ജീവിക്കണ്ടേ, ദളിത് യുവതികൾക്ക് ജീവിക്കണ്ടേ? എന്തൊരു ഇന്ത്യയാണ്, എന്തൊരു നാടാണിത്! ഇതിനൊക്കെ മാറ്റം വരുമായിരിക്കും. കാരണം സ്വതന്ത്ര ഇന്ത്യയിൽ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് പോയല്ലോ. ഇപ്പോൾ ഇതെല്ലാം മാവോയിസം മാവോയിസ്റ്റുകളടക്കമുള്ള ആദിവാസികളുടെ പ്രദേശങ്ങളിലൊക്കെയുള്ള മാവോയിസ്റ്റുകളുടെയും നക്സലൈറ്റുകളുടെയൊക്കെ ഭീഷണിയൊക്കെ കുറച്ചുകൊണ്ട് അവരെയൊക്കെ വികസനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും പുതിയ പോക്സോ കേസുകൾ വരും. അതിനെ പരിഹരിക്കാനുള്ള പുതിയ നിയമങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെ നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ കുട്ടികൾ സ്വതന്ത്രരായി ജീവിക്കും. അവർ പൂമ്പാറ്റകളെപ്പോലെ പറന്നു നടക്കട്ടെ. അവരുടെ അനുവാദമില്ലാതെയും അവരെ പ്രേരിപ്പിച്ചും അവർക്ക് പണം കൊടുത്തും മുട്ടായി കൊടുത്തും മധുരപലഹാരങ്ങൾ കൊടുത്തും അവരെ നശിപ്പിക്കരുത്. അവരുടെ ശരീരം അവർക്കുള്ളതായിരിക്കട്ടെ.